മാണിക്യമലരായ ഖദീജയെ മാത്രമേ നമുക്കറിയുള്ളൂ അല്ലേ? ആരുമില്ലാത്ത റസൂലിന് എല്ലാമായിരുന്നു ഖദീജ ബീവി. റസൂലിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന സ്നേഹത്തിന്റെ എല്ലാ അംശങ്ങളും എല്ലാ ഭാവങ്ങളും റസൂലിന് നൽകിയ സ്ത്രീയായിരുന്നു ഖദീജ ബീവി. തോഹിഫിൽ നിന്ന് കല്ലേറ് കിട്ടിയിട്ട് രക്തം വാർന്നൊലിക്കുമ്പോഴും അള്ളാഹുവിന്റെ മാലാക ശക്തമായി ആലിംഗനം ചെയ്തപ്പോഴും പേടിച്ചു വിറച്ചിട്ട് ഖദീജ ബീവിയുടെ അടുത്തേക്കാണ് റസൂല് പോകുന്നത്. അവരുടെ വിവാഹം കഴിഞ്ഞ രാത്രിയിൽ അബൂജഹലും പ്രമാണിമാരും ഖദീജ ബീവിയോട് ചോദിക്കുന്നുണ്ട്, അനാഥനും പാവപ്പെട്ടവനുമായിട്ടുള്ള മുഹമ്മദിനെ മാത്രമേ നിനക്ക് കല്യാണം കഴിക്കാൻ കിട്ടിയിട്ടുള്ളൂ ഖദീജ. ആ സമയത്ത് കോടീശ്വരിയായിട്ടുള്ള ഖദീജ ബീവി തന്റെ മുഴുവൻ സമ്പത്തും റസൂലിന് കൊടുക്കുന്നുണ്ട്. ഖദീജ ബീവി മരണാസന്നായ സമയത്ത് റസൂലുള്ളാന്റെ മുഖത്ത് നോക്കി ഇങ്ങനെ കരയുന്ന രംഗുണ്ട്. റസൂലുള്ള ചോദിക്കുന്നുണ്ട്, അല്ല ഖദീജ, എന്തിനാ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നേ? എന്തിനാ ഇങ്ങനെ കരയുന്നേ? ഖദീജ ബീവി പറയാണ്, തങ്ങളെ, ഞാൻ പോയി കഴിഞ്ഞ തങ്ങൾക്ക് ആരാ ഉണ്ടാവാന്നോർത്ത് വിഷമിച്ച് കരയാണ് തങ്ങളെ. സ്നേഹനിധിയായിരുന്നു ഖദീജ ബീവി.